ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭാര്യയ്ക്ക് ജീവപര്യന്തം ശിക്ഷ. പെരിങ്ങോം മുളപ്പുറയിലെ ചാക്കോച്ചൻ വധക്കേസിലാണ് തളിപ്പറമ്പ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഷഹദ് റഹ്മാൻ കണ്ണൂരിൽ ചെയ്യുന്നു. ഷഹദ്, ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭാര്യയ്ക്ക് ജീവപര്യന്തം ശിക്ഷ. 2013 സംഭവം. എന്തിനായിരുന്നു കൊലപാതകം? എന്തൊക്കെയായിരുന്നു കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ? എന്താണ് റോസമ്മ ഇന്ന് കോടതിയിൽ പറഞ്ഞത്? സുഹൈൽ, കുടുംബ വഴക്കിനെ തുടർന്നാണ് റോസമ്മ ചാക്കോച്ചൻ എന്ന ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മൃതദേഹം പിന്നീട് റോഡിൽ ഉപേക്ഷിച്ചെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. പെരിങ്ങോം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2013 ജൂലൈ 6 പുലർച്ചെയാണ് റോഡിൽ ചാക്കോച്ചന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. വീട്ടിൽ വെച്ച് ചാക്കോച്ചനെ ഈ റോസമ്മ കൊലപ്പെടുത്തുകയും പ്രതിയായിട്ടുള്ള ഈ റോസമ്മ 30 മീറ്ററോളം അകലെയുള്ള റോഡിൽ മൃതദേഹം കൊണ്ട് തള്ളി എന്നുള്ളതാണ് കേസ്. ഈ കുടുംബ വഴക്കാണ് ഈ ഒരു ആക്രമണത്തിന് കാരണം എന്നുള്ളതാണ് ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ റോസമ്മ ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് താൻ അസുഖ ബാധ്യതയാണെന്നും മാത്രമല്ല താൻ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തിട്ടില്ല എന്ന കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ ഈ ഭാര്യയായിട്ടുള്ള റോസമ്മയെ കണ്ണൂർ കോടതി, അതായത് തളിപ്പറമ്പ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സുഹൈൽ, തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഈ പറഞ്ഞതുപോലെ തന്നെ 2013 ഭർത്താവിനെ വീട്ടിൽ കൊലപ്പെടുത്തി സ്വന്തം വലിച്ചേച്ച് 100 മീറ്റർ അകലെയുള്ള റോട്ടിൽ കൊണ്ടുപോയിട്ടത്. അതിനുശേഷം വീട്ടിലെത്തി രക്തക്കറയടക്കം കഴുകി തെളിവ് നശിപ്പിക്കാൻ കൂടി ശ്രമിച്ച കേസിലാണ് ഭാര്യയ്ക്കൊടുക്കം ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.